അതിസങ്കീർണമായ മാനസിക സമ്മർദ്ദത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലേണ്ടി വന്ന അമ്മമാർ. പെരിനാറ്റൽ സൈക്കോസിസിനെ കുറിച്ച് വിവരിക്കുന്ന ന്യൂസ് മലയാളത്തിന്റെ പ്രത്യേക പരമ്പരയിൽ പ്രതികരിച്ച മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. സമൂഹത്തിന് താഴെ തട്ടിലുള്ളവർ മുതൽ വിഷയത്തിൽ ബോധവാന്മാരായിരിക്കണം. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടരുതെന്നും കെ ശൈലജ പറഞ്ഞു. കേരളത്തിന്റെ ആരോഗ്യമേഖല ഇത്രയും മെച്ചപ്പെട്ടിട്ടും എന്തുകൊണ്ട് പെരിനാറ്റൽ സൈക്കോസിസ് എന്ന വിഷയം ഗൗരവമായി എടുത്തില്ലെന്നത് അത്ഭുതമാണെന്നാണ് കെ ശൈലജ ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്ന വാർത്താ പരമ്പരയോട് പ്രതികരിച്ചത്. ഇത്തരം കേസുകളിൽ നല്ലൊരു അനാലിസിസ് നടത്തുകയും എന്താണ് അതിന് പ്രതിവിധി എന്ന് കണ്ടെത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പെരിനാറ്റൽ പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാവണം. അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ പോകണം. 9 മാസത്തോളം കഠിനമായ വേദന സഹിച്ച് ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ എന്തുകൊണ്ട് അമ്മമാർ കൊല്ലുന്നു? ഈ ചോദ്യത്തിന് ഉത്തരമായി കാമുകന്മാരോടൊപ്പം ഒളിച്ചോടുക, ദാരിദ്ര്യം, ഭർത്താവുമായുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സർക്കാരും ജനങ്ങളും കണ്ടുപിടിച്ചത്. എന്നാൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മാനസിക പ്രശ്നമാണിതെന്ന തിരിച്ചറിവാണ് ജനങ്ങൾക്ക് നൽകേണ്ടത്. വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ പറയുന്നത്. ആരോഗ്യമേഖലയിലും പൊതുസമൂഹത്തിനിടയിലും പെരിനാറ്റൽ സൈക്കോസിസിനെ കുറിച്ച് ബോധ്യമുണ്ടാക്കണം. തിരക്ക് പിടിച്ച ആരോഗ്യമേഖലയിൽ ജോലിഭാരം വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഗർഭാനന്തര വിഷാദം കണ്ടെത്തുന്നത് പ്രയാസമാണെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. നിലവിലെ നിയമങ്ങൾ പരിഷ്കരിക്കുകയും നല്ല രീതിയിൽ നടപ്പാക്കുകയും വേണം. കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എല്ലാ അമ്മമാർക്കും ഗർഭാനന്തര മാനസിക വിഷാദം ഉണ്ടാകണമെന്നില്ല. മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടരുതെന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. പൊതുസമൂഹത്തെ ഈ കാര്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിൽ വളരെ വളരെ പ്രധാനമാണ്. ഇതുപോലെ പ്രധാനമാണ് പ്രീ മാരിറ്റൽ കൗൺസിലിങ്, പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്. ചെറിയ നിസ്സാരമായ ചില പ്രശ്നങ്ങളാണ് വ്യക്തിപരമായിട്ടുള്ള ഈഗോ വളർത്തുന്നതിനും പരസ്പര ശത്രുക്കളായി മനുഷ്യർ പെരുമാറുന്നതിനും കാരണമാകുന്നത്. എന്നാൽ ഇതിൻ്റെ ഗൈസിൽ, ഇതിൻ്റെ മറവിൽ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അത് കുറച്ച് കണ്ടുകൂടാ. അത് വേറെ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. പ്രശ്നങ്ങളെ ഗൗരവമായി പഠിക്കാൻ ഡോക്ടർമാർ തയ്യാറാകണമെന്നാണ് ഡോക്ടർ സുൽഫി നൂഹു ന്യൂസ് മലയാളം വാർത്താ പരമ്പരയിൽ പ്രതികരിച്ചത്. പക്ഷേ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നാം ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെയും നമ്മളെ മെഡിക്കൽ കരിക്കുലത്തിനകത്ത് തന്നെ ഇവർക്കുള്ള ടീച്ചിങ് പ്രോസസ്സ് ഇത് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിട്ടാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ശൃംഖല കണ്ടെത്തുന്നത്. IME പോലെയുള്ള മറ്റ് ഗൈനക്കോളജിസ്റ്റിൻ്റെ അസോസിയേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈവൻ സൈക്യാട്രിക് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ തന്നെ സൈക്യാട്രി അസോസിയേഷനും ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശക്തമായ ഡിസ്കഷൻസും ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരുന്നുണ്ട്. പ്രസവശേഷം അമ്മമാരോട് 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ ഡോക്ടർമാർ ശ്രമിക്കണം. ആ വിധത്തിൽ പൊതുജനാരോഗ്യം മാറണമെന്നും ഡോക്ടർ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.